ഹായ്, ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫിൻലാൻഡിൽ മഞ്ഞുകാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഡേ ഏതാണെന്നോ നൈറ്റ് ഏതാണെന്നോ അറിയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഇപ്പോൾ സമയം വൈകിട്ട് 4:30 ആയിട്ടുള്ളൂ. ഞാൻ ജിമ്മ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും ഇങ്ങനെ കാട്ടിലൂടെയാണ് നമുക്ക് പോവേണ്ടത്. ഇരുട്ടാണെന്ന് കരുതി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത്യാവശ്യം സ്ട്രീറ്റ് ലൈറ്റൊക്കെ അവരവിടെ കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റോഡിൽ കൂടെ പോകുന്ന വാഹനങ്ങളെല്ലാം ഒരുവിധം പതുക്കെയാണ് പോകുന്നത്. കാരണം നല്ല രീതിയിൽ മഞ്ഞ് വീണിട്ടുള്ളതുകൊണ്ട് ആക്സിഡൻറ്റ് നടക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ കാട് നിറയെ പൈൻ ട്രീകളാണ് ഉള്ളത്. ഒരുവിധം ചെടികളുടെ ഇലകളെല്ലാം പൊഴിഞ്ഞിട്ടുണ്ട്. ഈ പൈൻ ട്രീ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നിൽക്കുന്നത്. കാരണം ഇതൊരു നിത്യഹരിത വനമാണല്ലോ. ഈ മഞ്ഞ് പെയ്ത് കാണാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ ഇതിൽ കൂടെ നടക്കുന്ന കാര്യമാണ് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം. കാരണം നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, മഞ്ഞ് വീഴുമ്പോഴൊക്കെ നമുക്ക് ഭംഗിയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു മഞ്ഞ് വീഴുന്ന കണ്ടിട്ടൊക്കെയാണ് ഫിൻലാൻഡിലോട്ട് വന്നത്. പക്ഷേ വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു കാഠിന്യം അറിഞ്ഞത്. അതേപോലെ തന്നെ ഈ വഴികൾ നിറയെ ധാരാളം തോടുകളുണ്ട്. ഈ തോടുകളൊക്കെ ഇതേ മഞ്ഞ് വീണിട്ട് മൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മൂടി കഴിയുന്ന സമയത്ത് നമുക്കിത് വഴി നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അതേപോലെ തന്നെ ട്രാഫിക് ബോർഡുകൾ റോഡിൽ വെക്കുന്ന പോലെ തന്നെ അവർ ഇവിടെയും ഒരുപാട് സിമ്പിൾസ് അവർ വെച്ചിട്ടുണ്ട്. മഞ്ഞ് ധാരാളം പെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ബോർഡൊന്നും കാണാൻ സാധ്യമല്ല. കാരണം ഫുള്ള് മഞ്ഞ് മൂടിയിരിക്കും. നമ്മളൊരു ഫ്രീസറിൽ കൈ കുറച്ച് നേരത്തേക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്കുള്ളൊരു അവസ്ഥ എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഒരു 5 മിനിറ്റ് പോലും നമുക്കതിനകത്ത് വെക്കാൻ പറ്റത്തില്ല. അതേപോലൊരു ഫീലിംഗ് ആണ് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞത്ത് സൈക്കിള് ചവിട്ടി വരുന്നത് കൊണ്ട് അത്ര എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി വരാൻ പറ്റത്തുള്ളൂ. നമ്മൾ കാറുകളിലൊക്കെ വിൻ്റർ ടയർ മാറ്റുന്ന പോലെ തന്നെ സൈക്കിൾ നമ്മൾ വിൻ്റർ വീലാക്കിയിട്ട് നമുക്കിങ്ങനെ സൈക്കിളിൽ പോകാൻ സാധിക്കും. നമ്മൾ ബൈക്കിൽ ഹെൽമെറ്റ് ധരിക്കുന്ന പോലെ തന്നെ സൈക്കിളിനും ഹെൽമെറ്റ് ധരിക്കണം. റിഫ്ലക്ടർ, ടോർച്ച്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അത് റൂള് പാലിച്ചിരിക്കണം. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ ഫോണും കൂടെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളിങ്ങനെ വഴികളിൽ കൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. 2 സൈഡിലും കുഴികളൊക്കെ കാണും. ഇത് മഞ്ഞ് വീണിട്ട് നമുക്കത് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം നടക്കാനായിട്ട്. അതേപോലെ തന്നെ ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഒഴിഞ്ഞു കിടക്കുന്നതെന്ന് തോന്നും. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തും വീടുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വഴിയുണ്ട്. വഴി എവിടെയാണെന്നൊന്നും അറിയത്തില്ല. ഇനിയിപ്പം രാത്രി ജോലി കഴിഞ്ഞ് പോകുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും വഴി കണ്ടുപിടിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ മഞ്ഞിങ്ങനെ വഴിയിലിങ്ങനെ കൂടിക്കിടക്കുന്നത് കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, ഇങ്ങനെ മഞ്ഞ് വരുന്ന വണ്ടികൾ ഇവിടെ ഒരുപാടുണ്ട്. അത് റോഡുകളിലും ഇങ്ങനെയുള്ള വഴികളിലെല്ലാം അവരിങ്ങനെ അവർക്ക് കറക്റ്റ് സമയമുണ്ട്. ആ സമയത്തിനനുസരിച്ച് അവരിതിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കും. സൈക്കിൾ യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരിതിങ്ങനെ മഞ്ഞ് മാറ്റുന്നതുകൊണ്ട് നമുക്ക് ഈ വഴി അത്യാവശ്യമൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ശനിയും ഞായറാഴ്ചയും ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം ശനിയും ഞായറും ഇവിടെ പബ്ലിക് ഹോളിഡേ ആണ്. അതുകൊണ്ട് കാണാൻ സാധ്യത കുറവാണ്. അപ്പം തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ മഞ്ഞ് കൂടും. പക്ഷെ അവർ രാവിലെ വന്നതെല്ലാം ക്ലിയർ ചെയ്യും. അതുപോലെ അതിൻ്റെ ആ ഒരു വണ്ടിയുടെ അതിൻ്റെ ഇവിടെ ഒരു സ്പോഞ്ച് അവർ വെച്ചിട്ടുണ്ട്. ആ സ്പോഞ്ച് വെച്ചേക്കുന്നതുകൊണ്ട് റോഡ് നല്ല ക്ലിയർ ആക്കി കൊണ്ടുപോകുന്നു. പക്ഷേ ഇങ്ങനൊരു സംഭവം ഞാൻ നേരത്തെ കണ്ടിട്ടില്ല, ഇങ്ങനെ സ്പോഞ്ച് വെച്ചുകൊണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നേരത്തെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. കുറച്ച് നേരം ഞാൻ ഇവരിങ്ങനെ മഞ്ഞ് വരുന്നത് നോക്കി നിന്നു. അതിനുശേഷം നല്ല തണുപ്പുണ്ടായിരുന്നു. കാരണം ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലെ ഗ്ലൗസ് ഞാൻ ഊരിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ കൈ ഇപ്പം നല്ലൊരു തണുത്തുന്നൊരു മരവിച്ചൊരവസ്ഥയായിട്ടുണ്ട്. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം അതൊന്ന് ക്ലിയർ ആക്കാൻ. അപ്പം പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.